മിസ്റ്റർ ഹരി എവിടെ? അകത്തുണ്ട്. മിസ്റ്റർ ഹരിഹരൻ എവിടെ? എന്നോട് എന്തിനാ വരാൻ പറഞ്ഞത്? ഇവരൊക്കെ എന്താ ഇവിടെ? ഞാൻ പറയാം. ഈ തോക്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്, മനുഷ്യരക്തത്തിന്റെ കറയും. അതെങ്ങനെ സംഭവിച്ചു? പ്ലീസ് എക്സ്പ്ലെയിൻ. നോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്ത് സംഭവിച്ചോ അതങ്ങ് തുറന്നു പറഞ്ഞേക്ക്. മറ്റു പോംവഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്ലീസ് ടെൽ ദ ട്രൂത്ത്. നീ കുറച്ച് അങ്ങോട്ട് വന്നേ, ഞാൻ പറയിപ്പിക്കാം. പ്ലീസ് പോകരുത്. എങ്കിൽ പറയൂ, എന്താണ് സംഭവിച്ചത്? ഈ തോക്കിൽ നിങ്ങളുടെ കൈരേഖ എങ്ങനെ വന്നു? പറയൂ. Come on, tell me. Come on, tell me. ഞാൻ പറയാം. രാജി പൈസയ്ക്ക് വേണ്ടി ചേച്ചിയെ വിളിച്ചത് എന്റെ മുറിയിലെ ഫോണിലൂടെ ഞാൻ കേട്ടു. പറഞ്ഞ 4 ദിവസം കഴിഞ്ഞു. പൈസയുമായി നേരെ പുറമ്പത്ത് റോഡിൽ വലതുവശത്ത് കാണുന്ന ആദ്യത്തെ വീട്ടിൽ വരിക. അതൊരു 2 നില കെട്ടിടമാണ്. ഒരിക്കലും മിസ്സാവില്ല. വന്നില്ലെങ്കിൽ അച്ഛനെ കുറിച്ചുള്ള രഹസ്യം മുഴുവൻ നാളെ നാട്ടിൽ പാട്ടാവും. പൈസ ഇതുവരെ ശരിയായിട്ടില്ല. അല്പം കൂടി സമയം വേണം. ഇനി അവധിയില്ല. നാളെ രാവിലെ വരെ ഞാൻ കാക്കും. വന്നില്ലെങ്കിൽ അവളെ അപ്പൊ തന്നെ നേരിട്ട് കാണാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ അച്ഛനെ കുറിച്ച് എന്ത് രഹസ്യമാണ് അവൾ സൂക്ഷിക്കുന്നതെന്ന് എനിക്കറിയണം. എന്റെ അച്ഛനെ കുറിച്ച് എന്ത് രഹസ്യമാണ് നീ സൂക്ഷിച്ചിരിക്കുന്നത്? നീ ആരാണ്? ലതയാണോ? എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം? പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? രഹസ്യം എന്താന്ന് ആദ്യം പറ. പൈസ എവിടെ? രഹസ്യം എന്താണെന്ന് പറ. നാട്ടുകാരറിയുമ്പോ നീ അറിഞ്ഞാ മതി. പറയാതെ നിന്നെ ഞാൻ വിടൂല. ഞാൻ ചോദിച്ച പൈസ എവിടെ? ഒറ്റ ചില്ലി കാശ് ഞാൻ തരില്ല. മര്യാദയ്ക്ക് പറഞ്ഞു. എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം? അവളെ കൊല്ലണമെന്ന്
ഒരിക്കലും കരുതിയതല്ല. പിടിക്കും വലിക്കും ഇടയിൽ ഈ തോക്ക് ആരുടെയാണ്? നിങ്ങളുടെ അച്ഛന്റെ ആണോ? അതെ. ഇതിന് ലൈസൻസ് ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ. പ്ലീസ് രാജു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. രാജിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എനിക്കൊന്ന് കാണണം. എന്തിനാ? വേണ്ട, എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യണം പ്ലീസ്. ഞങ്ങളിപ്പോ തിരിച്ചു വരും. അതുവരെ അവരെ സൂക്ഷിച്ചോണം. അവരാർക്കും ഫോൺ ചെയ്യരുത്. ഏതെങ്കിലും ഫോൺ വന്നാൽ അവരുടെ ഉണ്ടെന്ന് പറയരുത്. മനസ്സിലായി സാർ? ഈ ബുള്ളറ്റ് ചങ്കി തെറിച്ചിട്ടാണല്ലോ രാജി മരിച്ചത്. അതെ. ദിസ് ബുള്ളറ്റ് ഈസ് ഫോർ .38 റിവോൾവർ. ദിസ് ഈസ് .32 റിവോൾവർ. കണ്ടോ? ഈ ബുള്ളറ്റ് ഈ തോക്കി പോവില്ല. അപ്പൊ ഈ തോക്ക് ഉപയോഗിച്ച് രാജിയെ കൊന്നുവന്ന് മാലിന് പറയുന്ന നുണയല്ലേ? അവള് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞില്ല, പിന്നെന്താ? ഡോണ്ട് ടോക്ക് ലൈക്ക് ആൻ ഇഡിയറ്റ്. നിനക്കിപ്പോ ഒരു പ്രതിയാണോ ആവശ്യം? ഒരുപക്ഷെ അവൾ 2 തോക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ. 12 തോക്കാണ് അവൾ ഉപയോഗിച്ചത്. ഞാൻ പോലും പറഞ്ഞാൽ കുറച്ച്. അങ്ങനെയെങ്കിൽ ഈ .38 ബുള്ളറ്റ് എങ്ങനെ അവളുടെ ബോഡിയിൽ വന്നു? അത് എനിക്ക് അറിഞ്ഞൂടാ, നിനക്ക് അറിഞ്ഞൂടാ. സോ ലെറ്റ് us wait and see. അപ്പൊ ഞാൻ കൈ കിട്ടിയ പ്രതിയെ വെറുതെ വിടണോ എന്ന് ഞാൻ പറഞ്ഞില്ല. നീ ചാടി കയറി കേസ് ഒന്നും രജിസ്റ്റർ കളയരുത്. എടാ, പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. നിയമമുണ്ട്. നിയമമൊക്കെ എനിക്കും അറിയാം. 24 മണിക്കൂറല്ല, വേണമെങ്കിൽ 24 ദിവസം ഒരു പ്രതിയെ ഒരു റെക്കോർഡും കൂടാതെ നിങ്ങൾക്ക് ലോക്കപ്പിൽ വെക്കാം. ഒരു നിയമം അതിന് ബാധകമല്ല. ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യം വരുമ്പോൾ പിന്നെ എല്ലാം നിയമത്തിന്റെ പുറത്തുകൂടെ ഓടും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല സുഹൃത്തെ. അവള് കുറ്റസമ്മതം നടത്തിയെന്നുള്ളത് വാസ്തവം. പക്ഷേ അവള് പറഞ്ഞതിൽ ഇണങ്ങാത്ത പല കണ്ണികളുണ്ട്. ഒന്ന് ഈ ബുള്ളറ്റ്, 2 ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി ഇത്രയും ദൂരെ കൊണ്ടുപോയി കത്തിക്കുവോ? ഇനിയിപ്പോ കേസ് നടത്തി അവള് നിരപരാധിയാണെന്ന് തെളിഞ്ഞൊന്നും തന്നെ ഇരിക്കട്ടെ, ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു എന്നുള്ള മാനക്കേട് അവള് വിട്ടുപോകുമോ? ആസ് എ പോലീസ് ഓഫീസർ നിനക്ക് നിന്റെ ഡ്യൂട്ടി ചെയ്യാം. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്. 24 മണിക്കൂർ സമയം നീ എനിക്ക് തരണം. അതിനുള്ളിൽ ഒരാളെ എനിക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതുവരെ നീ അവൾക്കെതിരായിട്ട് മൂവ് ചെയ്യരുത്. 24 മണിക്കൂർ കഴിഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെ. കറുത്ത് തടിച്ച് കാലിൽ മുറിവുള്ള ഒരാളോ? അതെ. ഗോപി എന്നാണോ പേര്? പേരെനിക്കറിയില്ല. ഇതേ ക്ലിനിക്ക് വെച്ച് ഒരിക്കൽ ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. കാലിൽ കമ്പി കൊണ്ട് മുറിവേറ്റ ആളാണോ? അതെ. ആ, അത് ഗോപി തന്നെ. ഇപ്പൊ ഡ്രസ്സിങ് കഴിഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. 5 മിനിറ്റ് ആയി കാണും. അയാളുടെ അഡ്രസ് എന്താ? അയാളുടെ വ്യക്തമായ അഡ്രസ് ഒന്നും അറിയില്ല. ആ റെയിൽവേ സ്റ്റേഷനടുത്ത് ഏതോ ഒരു കോളനിയിലാണ് താമസമെന്ന് അറിയാമോ? ഈ കൂട്ടത്തിൽ ഗോപിയില്ല. Are you sure? യെസ്. Come on. അയ്യോ, എന്റെ കാലേ! പറയണ റാസ്കൽ, നീ എന്തിനാ പെൺവേഷം കെട്ടി വിളിച്ചത്? എന്നെ ഒന്നും ചെയ്യരുത്. പറയടാ. പറയാം. ഈ മാലിന്യം എവിടെ പോയിരിക്കുക? എവിടെ പോവാണെന്ന് അവൾ പറഞ്ഞില്ലേ? അവള് പോകുന്നത് ഞാൻ കണ്ടില്ല.
വിളിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? അച്ഛൻ മരിച്ച ദുഃഖമൊക്കെ തീർന്നില്ലേ? എനിക്ക് അത്യാവശ്യമായി 2 ലക്ഷം രൂപ വേണം. ഡിസ്ട്രിക്ട് കോർട്ടിന്റെ പുറകിലുള്ള പഴയ കെട്ടിടത്തിൽ പണവുമായി ഉടൻ വരണം. നിങ്ങൾ എന്താ പറയുന്നേ? ആരാ നിങ്ങള്? കാശ് ഇല്ലെങ്കിൽ സ്വർണ്ണമായാലും മതി. എന്നെ ചതിക്കാൻ ശ്രമിക്കരുത്. മറ്റാരെങ്കിലും ഇത് അറിയിച്ചാൽ നഷ്ടം സംഭവിക്കുന്നത് നിങ്ങൾക്കായിരിക്കും. രാജയുടെ കൊലപാതകയെ പോലീസ് ഊർജിതമായി തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തീപ്പൊരിയുടെ ആവശ്യമേ ഉള്ളൂ, അത് ആളിപ്പടരാൻ. ആ തീപ്പൊരിക്കുള്ള വകയൊക്കെ എന്റെ അടുത്തുണ്ടെന്ന് അറിയാമല്ലോ. ആരാണ് ഇയാൾ? അന്ന് വിളിച്ചത് ഇയാൾ തന്നെയാണോ? ഒരു കാര്യം തീർച്ചയാ, രാജിയുടെ കൊലയാളി ആരാണെന്ന് ഇയാൾക്കറിയാം. ഒരു പക്ഷേ ഇയാളാവാനും മതി. ലതയ്ക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇയാളെ നമുക്ക് കയ്യോടെ പിടികൂടാം. എങ്ങനെ? ഇവിടെ പൈസ ഇരിപ്പുണ്ടോ? 2 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കണോ? അത്രയൊന്നും വേണ്ട, കുറച്ചു മതി. കുറച്ചോ? അതെ, വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് പോലെ ലത അനുസരിച്ചാൽ മതി. കുറ്റവാളിയെ പിടികൂടാൻ പറ്റിയ നല്ല അവസരമാണ്. അത് മിസ് ചെയ്യരുതെന്നാ എന്റെ അഭിപ്രായം. ലതയ്ക്ക് ഭയമാണെങ്കിൽ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് വയ്ക്കോളാം. വേണ്ട, ഞാനും വരാം.
ഈ ബ്ലാക്ക് മെയിലിന്റെ പുറകിൽ? പറ ഡോക്ടറെ, ഞാനായിരുന്നു ബ്ലാക്ക് മെയിലിന്റെ പുറകില്. പറയാൻ നീയല്ലേ രാജിയെ കൊന്നത്? പറയണോ, നീയല്ലേ രാജിയെ കൊന്നത്? മോഹനല്ല, ഞാനാ രാജിയെ കൊന്നത്. ഞാന് ആണെന്നാണ് മാലിനിയുടെ വിശ്വാസം. പക്ഷെ സംഭവിച്ചത് അതല്ല. പറയണോ? പറയടാ, എന്തിനാ രാജിയെ കൊന്നത്? പറയാൻ. എന്നും ചെയ്യരുത്, ഞാൻ പറയാം. രാജയെ വെടിവെച്ചിട്ട് മാലിനി നേരെ എന്റെ അടുത്തേക്കാ വന്നത്. സത്യം, ഞാൻ കൊല്ലണമെന്ന് ഉദ്ദേശിച്ചതല്ല. അബദ്ധത്തിൽ സംഭവിച്ചു പോയതാ. മോഹൻ അവരെ രക്ഷിക്കണം. ആ സ്ത്രീ മരിച്ചിട്ടില്ലെന്ന് മാലിനിക്ക് ഉറപ്പുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ. വെടി പൊട്ടി അവർ നിലവിളിച്ചോണ്ട് താഴേക്ക് വീണു. ഞാൻ ആകെ ഭയന്ന് പുറത്തേക്ക് ഓടി നേരെ ഇങ്ങോട്ട് പോന്നു. മാലിനി വീട്ടിൽ പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? മാലിനി, ആ തോക്കെവിടെ? തോക്ക് തോക്ക് അതെവിടെ വെച്ചു? എനിക്കൊരു ഓർമ്മയില്ല മോഹൻ. ഇനി എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞോ, അതോ അവിടെ തന്നെ? സത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ശരി, മാലിനി പോയിക്കോ. സാർ, തോക്ക് കിട്ടിയില്ല. എല്ലായിടത്തും നോക്കി വയറിനാ വെടികൊണ്ടിരിക്കുന്നത്. ഏതായാലും ചത്തിട്ടില്ല. വാ. ഹലോ, ഞാനാ മാലിനി. എങ്ങനെയുണ്ട് മോഹൻ? എങ്ങനെയുണ്ട്? പറയൂ മോഹൻ, പ്ലീസ് പറയൂ. ഐ എം സോറി, ഷീസ് ഡെഡ്. ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി, രക്ഷിക്കാനായില്ല. രക്തം ഒരുപാട് വാർന്നുപോയി. മാലിനി ഒന്നും പേടിക്കണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പോലീസിൽ അറിയിച്ചാലോ മോഹൻ? പോലീസിലോ? മാലിനിക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞില്ലേ? രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം. ഇനി ജീവിതകാലം മുഴുവൻ മാലിനി എന്റെ ചൊൽപ്പടിയിൽ നിൽക്കും. ഞാൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കും. ഗോപിക്കറിയാമോ, അവളെ മോഹിച്ച് ഞാൻ കുറേ പുറകെ നടന്നതാ. എന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ അവളോട് യാചിച്ചിട്ടുണ്ട്. അതിന് അവൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അവൾക്ക് എന്നോട് ചേട്ടനോടുള്ള സ്നേഹമാണെന്ന്. ഇനി അവൾ എന്തു പറയുമെന്ന് ഞാൻ നോക്കട്ടെ. അവൾ മാത്രമല്ല, അവളുടെ സ്വത്തും എനിക്കുള്ളതാണ്. അപ്പൊ ഇവളോ സാർ? ഈ ബോഡി ദൂരെ ആരും കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി
കത്തിച്ച് കളഞ്ഞേക്ക്. ആർക്കും സംശയം തോന്നാതെ തന്ത്രപരമായി കൊല്ലാൻ വേണ്ടിയാണ് ഇയാൾ ലതയെ ഇവിടെ കൊണ്ടുവന്നു. ബ്ലാക്ക് മെയിലറെ കൈയോടെ പിടിക്കാനായിട്ട് ലതയെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവരിക, സംശയം തോന്നാത്ത രീതിയിൽ കൊല്ലുക. അഥവാ ആരെങ്കിലും സംശയിച്ചാൽ തന്നെ പറ്റിക്കാൻ ശ്രമിച്ചതിന് ഏതോ ബ്ലാക്ക് മെയിലർ കൊന്നു എന്ന് വരുത്തി തീർക്കുക. അതിനുവേണ്ടിയാണ് പൈസ മുഴുവൻ വെക്കാതെ നടുക്ക് കടലാസ് ബണ്ടിൽ വെച്ച് 2 സൈഡിലും 100 നോട്ട് വെച്ചത്. എന്നല്ലേ പറ്റിച്ചൊന്ന് മനസ്സിലാവുള്ളൂ. അതുപോലെ കൊല്ലപ്പെട്ട രാജിയുടെ കാര്യം പറഞ്ഞ് ആരോ ലതയെ ഭീഷണിപ്പെടുത്തിയിരുന്ന കാര്യം മാലിനിക്കറിയാം. ഇങ്ങനെ ഒരു നാടകം കളിച്ചാൽ മാലിനിക്കും സംശയം തോന്നില്ലല്ലോ. ഇതൊക്കെ ആയിരുന്നില്ലേ ഡോക്ടറുടെ ഉദ്ദേശം? ഇനി ആ സുരേഷിനെ കൊന്ന എന്തിനാന്നൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കാം. വേണ്ട, ഞാൻ പറയാം. സുരേഷിന്റെ ഡയറിയിൽ നിന്ന് രാജിയുമായിട്ടുള്ള സുരേഷിന്റെ ബന്ധം ഇയാൾ മനസ്സിലാക്കി. എല്ലാവരെയും അകത്താക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നടക്കായിരുന്നല്ലോ സുരേഷ്. സുരേഷ് രാജിയുടെ കാര്യം പോലീസിൽ പറഞ്ഞാൽ പോലീസ് ലതയെ തേടിയെത്തും. അപ്പൊ ചേച്ചിയെ രക്ഷിക്കാൻ അനിയത്തിക്കുള്ള സത്യം പറയേണ്ടി വരും. അപ്പൊ ഡോക്ടർ കൊടുക്കും. അത് പേടിച്ചല്ലേ സുരേഷിനെ തട്ടിയത്? എന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയല്ലേ ആ താക്കോലും ഡയറി എന്നെ ഏൽപ്പിച്ചത്. അതെനിക്ക് മനസ്സിലായി. തന്നെ അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കണക്ട് ചെയ്യാൻ ഒരു ലിങ്ക് കിട്ടണ്ടേ? അന്ന് ലതയെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നത് ഈ ഗോപിയാണ്. ഇന്നും ഫോണിലൂടെ ഭീഷണിപ്പെടുത്താൻ ഡോക്ടർ ഇദ്ദേഹത്തെ ഏർപ്പാട് ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് ഫോൺ ചെയ്യുമ്പോൾ ഞാനും സിഐയും കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. ഇത്രയൊക്കെ അഭ്യാസം കാണിച്ച ഇയാളെയാണോ മാലിനി രക്ഷിക്കാൻ ശ്രമിച്ചത്? എല്ലാം തുറന്നു പറയാമെന്ന് ഞാൻ നിർബന്ധിച്ചതാ. പക്ഷെ മോഹൻ സമ്മതിച്ചില്ല. കൊലക്കുറ്റം ഒളിച്ചതിന് മോഹനും കൂടി അകത്താവെന്ന് പറഞ്ഞ് എന്നെ വിലക്കി. ഞാനത് വിശ്വസിച്ചു. മോഹൻ എന്നെ സഹായിക്കുകയാണെന്ന് ഈ നിമിഷം വരെ ഞാൻ കരുതിയത്. അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നോട് ക്ഷമിക്കണം ചേച്ചി, എന്നോട് ക്ഷമിക്കണം. സാരമില്ല മോളെ, സാരമില്ല. ഇന്നൊരു രാത്രി മാലിനി പോലീസ് കസ്റ്റഡി കഴിയേണ്ടി വരും. വിധിയാണെന്ന് കരുതിയാൽ മതി. നാളെ രാവിലെ തന്നെ ജാമ്യത്തിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം. ഭയപ്പെടണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇനി നമുക്ക് ധൈര്യമായിട്ട് സേഫ് സെക്യൂരിറ്റി സർവീസിന്റെ 2 ഡിവിഷൻ കൂടി തുടങ്ങാമല്ലോ. എന്ത് ഡിവിഷൻ? ജെയിംസ് ബോണ്ട് ഡിവിഷൻ. James Bond.